കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പേര് ഡ്രസ്സിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് അമ്മൂസ് ബുട്ടീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്. ഞാനപ്പോൾ അത് കമന്റ് ബോക്സിൽ അവരുടെ നമ്പർ കൊടുക്കാം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിക്കോളൂ കേട്ടോ. അടിപൊളി ഡ്രസ്സാണ്. അപ്പോൾ ഇത് ഞാൻ വീട്ടിലെത്തിയിട്ട് അവിടെ നിന്ന് എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ ഇത് എൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുക കേട്ടോ. മഴ ആയതുകൊണ്ട് തന്നെ അച്ഛതേ പണി മാറ്റിയിട്ട് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ നിൽക്കണ നേരത്തെ വന്നത്. അപ്പോൾ ഞങ്ങളിത് ഓട്ടോറിക്ഷ കാത്തിട്ടാട്ടോ നിൽക്കണത്. അതിന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോറിക്ഷയൊക്കെ വന്നു. നമ്മളതിൽ കയറിയിട്ട് ആദ്യം നമ്മൾ പോണത് ആര്യമ്പാടത്തേക്കാണ് കേട്ടോ. വേറെ ഒന്നല്ല, ഞാൻ കസിൻ എന്ന് പറഞ്ഞില്ലേ, അവൾ ഇത് ഡെലിവറി കഴിഞ്ഞിട്ട് റെസ്റ്റിലാണ് കേട്ടോ. പുണ്ണിനെ കാണാനാണ് ഞങ്ങൾ പോണത്. അപ്പോൾ ഉണ്ണിക്കുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇതേ ആര്യമ്പാടത്ത് ഒരു ഷോപ്പിൽ കയറി. ആദ്യം തന്നെ ഉണ്ണിക്കുള്ള ഡ്രസ്സാട്ടോ നോക്കിയത്. ഞാനും എടുക്കുന്നുണ്ട്, അമ്മ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുൾ കൺഫ്യൂഷനാണ്. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടും, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത് അപ്പം തന്നെ എനിക്കും ഇഷ്ടപ്പെടും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് എല്ലാതും പർച്ചേസ് ചെയ്തത് കേട്ടോ. പിന്നെ ഇതേ അമ്മ പൗഡറും സോപ്പും കാര്യങ്ങളൊക്കെ വേറെ വാങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളതെല്ലാം വാങ്ങിയിട്ട് ഇതേ നേരെ അവളുടെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ അതും ഉണ്ട് കേട്ടോ. അച്ഛനും ആളും ഇതേ സ്കൂട്ടിയുമേ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു. അവർ ആദ്യമേ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളിതൊക്കെ വാങ്ങാൻ കയറിയോണ്ട് കുറച്ച് വൈകിട്ടോ. ഞങ്ങളൊക്കെ ഇതേ ചെറുപ്പം തൊട്ട് തന്നെ ഒരുമിച്ച് കളിച്ച് വളർന്നവരെന്ന് തന്നെ പറയട്ടെ. ഒരു പാത്രത്തിൽ കഴിച്ച് ഒരു പായൽ കിടന്ന് ഉറങ്ങി എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ബന്ധമാണ് കേട്ടോ ഞങ്ങൾക്ക്. അവൾക്ക് ഡെലിവറി കഴിഞ്ഞ് കിടക്കണോണ്ട് ഫസ്റ്റിലൊരു നാണം ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഫ്രണ്ട്സൊക്കെ കാണൂടി നിന്റെ വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗ് ആയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി സെറ്റായിട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ അവളുടെ ഉണ്ണി. ഇത് അവളുടെ മൂത്ത കുട്ടിയാട്ടോ. അപ്പോൾ രണ്ടാമത്തെയാണ് നമ്മൾ ഉണ്ണീനെ കാണാൻ പോന്നേക്കണത്. മൂത്തതും ആൺകുട്ടിയാണ്, രണ്ടാമത്തതും ആൺകുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ണി നല്ല ഉറക്കായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത്. അപ്പോൾ ഞാൻ അവളോട് വെറുതെ ചോദിച്ചിട്ടോ, ഈ വീഡിയോ എടുക്കണോണ്ട് കുഴപ്പമുണ്ടോ ഉണ്ണിയുടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൾക്ക് ഒരു കുഴപ്പമില്ല. അവൾ പറഞ്ഞു, നീ ധൈര്യത്തോടക്കാൻ എടുത്തോ, നിന്റെ കുട്ടിയുടെ വീഡിയോ ഒന്നും എടുക്കില്ല, അതേപോലെ വിചാരിച്ചിട്ട് തന്നെ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ തേജുവിന് പിന്നെ കുട്ടികളെന്നെ ഭയങ്കര ഇഷ്ടമാട്ടോ. അതുകൊണ്ട് തന്നെ കുറേ നേരം തൊട്ടോക്കും, കവള് തൊട്ടോക്കും, എല്ലോടെ എൻ്റെ മുഖത്ത് കിട്ടി എന്നോട് ചോദിച്ചിട്ടാട്ടോ അവൻ തുടർന്നത്. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാട്ടോ ഉണ്ണിയോളനൊക്കെ. അങ്ങനെ ഞാൻ കുറേ നേരം എടുത്തു. എന്നിട്ട് ഞങ്ങളോട് തേജുവിനോട് പറയുന്നുണ്ട് കേട്ടോ, തേജു കുഞ്ഞുണ്ണിയാകുമ്പോൾ ഇതുപോലെ ആയിരുന്നു അമ്മ ഇങ്ങനെ എടുത്തിടുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ അവനും അതേട്ടെ കുറേ നേരം തൊട്ടുവാണെങ്കിൽ നല്ല ഉറക്കാടുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ കുറേ എനിപ്പിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആളിങ്ങനെ ഇടയ്ക്ക് കോട്ടുമായിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ ആട്ടി ഉറക്കനെയായിട്ടാ ചെയ്തത്. പിന്നെ ഇത് ഞങ്ങൾ കുറേ നേരം വർത്താനങ്ങൾ വിശേഷങ്ങൾ ഇങ്ങനെ പറയാൻ കുറേ ഉണ്ടാവുമല്ലോ. ഞങ്ങളുടെ ചെറുപ്പത്തിൽ തൊട്ടിട്ട് ഇപ്പോഴുള്ള വരെയുള്ള വിശേഷങ്ങളൊക്കെ ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്മയമ്മായി ഇതേ പിന്നെ അവരുടെ പണികളെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങൾ അവിടെ അപ്പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മാളൂനി അച്ഛനും നമ്മളിത് മിഠായി വാങ്ങാൻ വിട്ടുണ്ടായിരുന്നു ഉണ്ണിയോൾക്ക്. അപ്പോൾ അത് വാങ്ങിയിട്ടാണ് അവർ വരുന്നത്. പിന്നെ ഞങ്ങളിതേ കുറേ നേരം ഇരുന്നത് തന്നെ ഞങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ കസിൻ്റെ പേര് രേവതി എന്നാണ്. ഉണ്ണിമോളെന്ന് കേട്ടോ അവളാണ് ഞങ്ങൾ വിളിക്കുക. എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മോളാണ് കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും കൂടി അവിടെ നിന്ന് ഒരു സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോകാം കേട്ടോ. കാരണം ഓട്ടോ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ വർത്തമാനം പറഞ്ഞിട്ട് ഓട്ടോ വെയിറ്റ് ചെയ്യുന്ന കാര്യം മറന്ന് സത്യം പറഞ്ഞാൽ. പിന്നെ നമ്മളിത് വേഗം വണ്ടി കയറി. പിന്നെ മഴക്കാറൊക്കെ ഉണ്ടായിരുന്നല്ലോ, നേരെ വീട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്തിട്ട് വീഡിയോസ് കണ്ട് ഇഷ്ടമാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നോക്കണേ. ബൈ.